ഓക്കെ, ഇനി നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ ഇത് നമ്മളൊരു സെപ്പറേറ്റ് ഫയലായിട്ടല്ലേ ഇപ്പോൾ ചെയ്തത്, അതായത് എക്സൽ ഫയലിൻ്റെ കോഡ് ഏകദേശം നമ്മളെല്ലാം ഓരോ സെപ്പറേറ്റ് ഫയലിലാണ്, വേറൊരു ഫയലിലാണ് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു ഇതിനെ കോപ്പി ചെയ്യാം മൊത്തത്തിൽ. എന്നിട്ട് നമ്മുടെ പ്ലേ റൈറ്റിനകത്ത് ഒരു എക്സൽ ഫയൽ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെക് ഫയൽ ഉണ്ടാക്കാം. എന്നിട്ട് ആ സ്പെക് ഫയലിനകത്ത് ഈ ഫയൽ എങ്ങനെയാണ് നമുക്ക് എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ കോഡ് കോപ്പി ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്ലേ റൈറ്റിൻ്റെ നമ്മൾ മറ്റേ കോഡൊക്കെ ചെയ്തില്ലേ, സ്പെക് ഫയലൊക്കെ ചെയ്ത ആ ഫയലിനകത്തേക്ക് വരിക. എന്നിട്ട് അതിനകത്തൊരു സ്പെക് ഫയൽ ഉണ്ടാക്കിയിട്ട് ഇത് പേസ്റ്റ് ചെയ്യാം. മൊത്തം കോപ്പി ചെയ്യാം. ഇനി നമ്മുടെ പഴയ ഫോൾഡറിനെ ഓപ്പൺ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പുതിയ ഫോൾഡറിലല്ലേ ക്രിയേറ്റ് ചെയ്തത്. ഇതിപ്പോ പല പല ഇതായിട്ട് കിടക്കല്ലേ, അത് കുഴപ്പമില്ല. ഏതാണ്? ഇല്ലല്ലോ, ഒന്നുമില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് എന്ത് ചെയ്യുക, ഒരു പുതിയ സ്പെക് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. സ്പെക് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ ഫയൽ അപ്ലോഡ് spec.jsനോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെക് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഇതെങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈറ്റ് വേണം. സൈറ്റ് ഏതായിരുന്നു? എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ ആ ലിങ്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ഈ കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യട്ടെ? പേസ്റ്റ് ചെയ്തോ. ബാക്കി ഞാൻ പറഞ്ഞുതരാം എന്താ ചെയ്യേണ്ടത്. അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ആനന്ദകൃഷ്ണൻ വന്നല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തില്ല ആനന്ദ്? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത എക്സൽ കോഡ് അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഇതിപ്പോ നമ്മുടെ ഒരു ടെസ്റ്റ് ഫയൽ പോലെ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് ഇടാം. അത് കോപ്പി ചെയ്യാം. അത് നമ്മൾ സെപ്പറേറ്റ് ഫയലായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നേ. എനിക്കത് എന്തിനു വേണം, ഈ ടെക്സ്റ്റ് ഫയലിൻ്റെ ഉള്ളിൽ വേണം. അപ്പോൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് അത് കോപ്പി ചെയ്തിട്ട് ഒരു സ്പെക് ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തേക്ക് പേസ്റ്റ് ചെയ്യാം. നമ്മുടെ അപ്പം ഞാനൊരു സൈറ്റ് തരാം, ഡെമോ സൈറ്റ്. എന്നിട്ട് എന്ത് വേണം, ഇതിൻ്റെ തൊട്ട് താഴെ കോപ്പി ചെയ്തതിൻ്റെ തൊട്ട് താഴെ ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ ടെസ്റ്റ് അല്ല, ജസ്റ്റ് എന്ത് ചെയ്തേക്കാണ്, കോഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് എൻഡിൽ ടെക്സ്റ്റ്, എന്നിട്ട് എങ്ങനെ ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ടെസ്റ്റിൻ്റെ ടൈറ്റിൽ, പിന്നെ ഒരു ഫങ്ഷൻ, അതിനകത്തൊരു വേറൊരു ഫങ്ഷൻ, ഇത്രയും ആയിട്ട് ഒരു ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് എന്ത് വേണം, ഒരു പേജിലേക്ക് ഗോ ടു ചെയ്യണം. ആ ഗോ ടു ചെയ്യേണ്ട പേജ് ഞാനിവിടെ ചാറ്റിനകത്തേക്ക് ഇടാം. ഞാൻ ഇത് ഫയലിനകത്ത് ഇട്ടിട്ടുണ്ട്, അല്ല ചാറ്റിനകത്ത്.
ഇതുവരെ ചെയ്തോ ബാക്കി രണ്ടുപേരും? ഞാൻ എന്താണ് അത് കോപ്പി ചെയ്യുന്നുള്ള ചാറ്റ് ചെയ്യുന്ന. ചെയ്തു കഴിഞ്ഞാൽ പറയണേ ബാക്കി രണ്ടുപേര്. പറയാം. കഴിഞ്ഞായിരുന്നു. ഓക്കെ. ഇനി ഈ സൈറ്റിനകത്തേക്ക് പോയേ നമുക്ക് നോക്കണ്ടേ ഇതിനകത്ത് എന്താ ഉള്ളതെന്ന്. ഫയല് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സൈറ്റാണ്. ഓക്കെ, ഇതിനകത്ത് കണ്ടോ സെലക്ട് ഫയല് ബ്രൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്തേ. ബ്രൗസ് ഓപ്ഷൻ താഴെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിനകത്തു നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഫയൽ എടുത്തുകൊണ്ട് നമ്മളുടെ ഫയൽ എന്ത് ചെയ്യണം, അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ബ്രൗസ് ഫയൽ ക്ലിക്ക് ചെയ്യുന്നത് വരെ നമുക്കറിയാം. ഇങ്ങനെ നമ്മുടെ ലോക്കൽ സിസ്റ്റത്തിനെ ഇൻസ്പെക്ട് ചെയ്തിട്ട് ആ ഫയൽ ക്ലിക്ക് ചെയ്യണ്ടേ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യണ്ടേ നമുക്കറിയില്ലല്ലോ. അപ്പൊ നമ്മൾ അതാ ചെയ്യാൻ പോണേ. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, ആ ബ്രൗസ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഇല്ലേ, അല്ലെങ്കിൽ ഇൻപുട്ട് ഫയലിന്റെ, അതിനെ ലൊക്കേറ്റ് ചെയ്യാം. ആ ബ്രൗസിനെ ലൊക്കേറ്റ് ചെയ്യാം. ഇത്രയും ചെയ്തിട്ട് പറയാം. ബ്രൗസറിന് ഓക്കെ. കോഴ്സിനകത്ത് കൊടുക്കുക. അത് കോഡ്സിനകത്ത് കൊടുക്കുക. നമ്മൾ എങ്ങനെയാ കൊടുക്കാറ്, ഇൻപുട്ട് 4 എന്നുള്ളത് എങ്ങനെയാ കൊടുക്കുക, മറന്നുപോയോ ലൊക്കേറ്റിംഗ് ഒക്കെ? അല്ല, അത് മിസ്സായിപ്പോയി. ഞാൻ ID ജസ്റ്റ് ഹാഷ് ഇട്ട് കൊടുത്തു. അതെങ്ങനെയാണോ കൊടുക്കുക, നമ്മൾ കോഡ്സിനകത്തല്ലേ കൊടുക്കുക? ഹലോ, പറഞ്ഞോ. ഓക്കെ. അതിനെ ക്ലിക്ക് ചെയ്യാൻ പറയണ്ട, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ലൊക്കേറ്റ് ചെയ്തിട്ട് ഒരു വേരിയബിളിനകത്തേക്ക് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിക്ക് വേണ്ട. നമ്മളതിന് ജസ്റ്റ് ലൊക്കേറ്റ് ചെയ്യാം. എന്നിട്ട് അതിനൊരു വേരിയബിളിലേക്ക് വെക്കാം. ഫയൽ ഇൻപുട്ടെന്നോ അല്ലെങ്കിൽ ബ്രൗസർ ബട്ടൺ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിനകത്തേക്ക് വെക്കാം. ഓക്കെ, ഇനി ഈ ബ്രൗസറിന് ഓക്കെ കൊടുത്തേ. ബ്രൗസറിനെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് കൊടുത്തതിന് ശേഷം പറയണേ. ഓക്കെ, അശ്വിനി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, എക്സൽ ഫയലിനെ
അപ്ഡേറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പഠിച്ചു. അതെ അതെ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്നത് അതിനൊരു ആ ഫയൽ ഇനി അപ്ലോഡ് ചെയ്യണം. നമ്മുടെ ഓക്കെ ലോക്കൽ സിസ്റ്റത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു സൈറ്റിനകത്തേക്ക് അപ്ലോഡ് ചെയ്യണം. അപ്പം അതിന് ആ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ജസ്റ്റ് ആ കോഡ് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മുടെ സ്പെക് ഫയലിനകത്ത് പുതിയൊരു ഫയൽ സ്പെക് ഫയൽ ക്രിയേറ്റ് ചെയ്ത്, കണ്ടോ, എക്സൽ അപ്ലോഡ് സ്പെക് ഫയൽ. അതിനകത്ത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ എന്നിട്ട് അത് പേസ്റ്റ് ചെയ്ത് ഇവിടെ വെച്ചു. പിന്നെ ആകെ ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഒരു 35ാമത്തെ ലൈൻ തൊട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതെന്താ ചെയ്തേക്കുന്നത്, ഒരു ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു പേജിലേക്ക് പോട്ടു. നമുക്കൊരു ബ്രൗസർ അല്ലെങ്കിൽ ഒരു സൈറ്റിനകത്താണ് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സൈറ്റിലേക്ക് പോയി, ആ സൈറ്റിലേക്ക് പോയിട്ട് നമുക്ക് എവിടെയാണ് അപ്ലോഡ് ചെയ്യണത് അതിനെന്ത് ചെയ്തേക്കാണ്, ലൊക്കേറ്റ് ചെയ്തേക്കാണ്. ഇനി ആ ബ്രൗസർ ബട്ടൺ ഒന്ന് ലൊക്കേറ്റ് ചെയ്ത് നോക്കിയേ, ഇൻസ്പെക്ട് ചെയ്ത് നോക്കിയേ സിജിയ. അതിനകത്തൊരു ഓപ്ഷൻ കാണാം, ഫയൽ, അതായത് എന്തായിരുന്നു, ഇൻപുട്ട്, എന്തായിരുന്നു എടുത്തേ നോക്കട്ടെ, നമ്മുടെ ബ്രൗസറിനെ ഇൻസ്പെക്ട് ചെയ്ത്, ബ്രൗസറാണത്, ബ്രൗസർ. ഓക്കെ ഓക്കെ, അതിനകത്തൊരു ഓപ്ഷൻ കണ്ടോ, ടൈപ്പ് ഈക്വൽ ടു ഫയൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ടൈപ്പ് ഈക്വൽ ടു ഫയൽ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനുള്ള ബട്ടൺസിന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എലമെന്റ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്യാൻ, ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സെലക്ട് ഇൻപുട്ട് ഫയൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ബ്രൗസിനെ ഗെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ബ്രൗസർ ബട്ടൺ ഡോട്ട് സെലക്ട് ഇൻപുട്ട് ഫയൽ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. വെയിറ്റ്, അതിന് ബട്ടൺ ഡോട്ട് സെലക്ട് ഇൻപുട്ട് ഫയൽ, അത് ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. അടിച്ച് ഇൻപുട്ടിൻ്റെ ഐ ക്യാപിറ്റലിലാണ്, എഫ് ക്യാപിറ്റലിലാണ്. ഓക്കെ, ഇനി നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഫയലിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കാം. നമ്മുടെ ഫയൽ എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കുക. ആ ഫയൽ നേരത്തെ നമ്മൾ ചെയ്ത പോലെ ഈ ഫോൾഡറിനകത്തേക്ക് ഇടുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ആ ഫയലിൻ്റെ പേര് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ ഓരോരോ പാത്തും കോപ്പി ചെയ്യാം. ഓക്കെ, ഓൾറെഡി നമ്മുടെ ഇത് ഓൾറെഡി ഉള്ള പാത്ത് കൊടുത്താൽ ആ പാത്ത് മതി. ആ പാത്ത് അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ ഇതിനകത്ത് ആ ഫയൽ കൊണ്ടുവന്നിടുക, അല്ലെങ്കിൽ അവിടെ പോയി റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് അതിന്റെ പാത്ത് പേസ്റ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പോസ് കൊടുത്തേക്ക്, നമുക്ക് അറിയണ്ടേ അപ്ലോഡ് ആവുന്നുണ്ടോ ഇല്ലേന്ന്. എൻ്റെ പോസ് കൊടുത്തേക്ക്, നിർബന്ധമില്ല. ഓക്കെ, ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. ബാക്കിയുള്ളവർ ഇത്രയും ചെയ്തിട്ട് റൺ ചെയ്യാം. എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തെങ്കിലും കിട്ടാതെ സ്റ്റെക്കായി നിൽക്കുകയാണെങ്കിൽ ചോദിക്കാം. എന്താണ് കാണിച്ചത്, എന്തായിരുന്നു, npx player test, make sure the argument regular require അവിടെ. ഓക്കെ ഓക്കെ,
നമ്മുടെ പാക്കേജ് ഡോട്ട് ജെയ്സൺ എടുത്തേടാ. അത് കൊടുത്തില്ലല്ലോ നമ്മുടെ ഇമ്പോർട്ട് ടെസ്റ്റ് ഇല്ല, ഫ്രം ഇതിനകത്ത് പ്ലേറൈറ്റ്. നമ്മൾ എക്സൽ ഫയൽ ഇമ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ ഈ എക്സൽ കിട്ടിയതല്ല, എക്സൽ ഫയൽ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ അവിടെ ചെയ്തത്. അത് റിപ്പീറ്റ് ചെയ്ത് ഇവിടെയും ചെയ്യണം. അത് 2 പ്രാവശ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 ഫോൾഡർ ആക്കിയത്. ഞാൻ വിട്ടുപോയി. അതായത് നമ്മൾ എന്ത് ചെയ്യണം, എക്സൽ എന്ന് പറഞ്ഞൊരു npm ഇൻസ്റ്റാൾ എക്സൽ ജെഎസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തത് ഓർമ്മയില്ലേ ആ ഫോൾഡറിനകത്ത്? അത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ ആദ്യം എന്ത് വേണം, npm ഇൻസ്റ്റാൾ എക്സൽ ജെഎസ് അല്ലെങ്കിൽ lpm i എക്സൽ ജെഎസ് കൊടുത്താലും വർക്കാവും. ഇൻസ്റ്റാൾ എക്സൽ ജെഎസ് കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, എക്സൽ നമ്മുടെ ഫോൾഡറിനകത്ത് ഇൻസ്റ്റാൾ ആവും. ഐ വേണ്ടല്ലോ. വേണ്ട, npm install ഇൻസ്റ്റാളിന് പകരം നമ്മൾ അല്ല, ഐക്ക് പകരം ഇൻസ്റ്റാൾ എന്ന് കൊടുത്തിട്ടുണ്ടല്ലോ. എന്റെ ഡൗട്ട്, നമ്മൾ നോർമലി ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ട് സമയത്ത് ചെയ്തിട്ടില്ല. ഓക്കെ ഓക്കെ, അതും വേണം, ഇമ്പോർട്ട് ചെയ്യും വേണം. പക്ഷെ ഇതാണ് എന്താ ഞാൻ ഡെപ്ലിക്കേറ്റഡ്, അത് കുഴപ്പമില്ല. ടെസ്റ്റും ഇമ്പോർട്ട് ചെയ്യണം. അപ്പൊ പെട്ടെന്നാണ് ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തില്ലല്ലോ ഓർത്ത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ പാക്കേജ് ഡോട്ട് ജെയ്സണിനകത്ത് പോയി കഴിഞ്ഞാൽ എക്സൽ വന്നിട്ടുണ്ടാവും. ഒന്ന് നോക്കി, എക്സൽ വന്നിട്ടുണ്ടോ നോക്കിയേ, പാക്കേജ് ഡോട്ട് ജെയ്സണിനകത്ത്. അതെ, മുകളിൽ അതെ, അതിനകത്ത് താഴെ വന്നിട്ടുണ്ട് എക്സൽ ജെഎസ് വേർഷൻ. ഇതുപോലെ എല്ലാവർക്കും കിട്ടിയോ? ഇത് ഇത്രയും കിട്ടി. എക്സൽ ജെഎസ് ഇമ്പോർട്ട് ചെയ്യാം. ഇനി ഇതേപോലെ തന്നെ നമ്മൾ ടെസ്റ്റ് ഇമ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഫയലിനകത്ത് നമ്മൾ ടെസ്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഇമ്പോർട്ട് ചെയ്യണം. ഏറ്റവും മുകളിലാണ് കൊടുക്കേണ്ടത്. ഏറ്റവും മുകളിൽ ഇമ്പോർട്ട് ചെയ്താൽ മതി. ഇമ്പോർട്ട് എല്ലാം ഒരുമിച്ച് കൊടുക്കുക. റിക്വയർ എന്നുള്ള അതൊക്കെ വേണോ? അതൊക്കെ വേണോടാ. റിക്വയറിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഇപ്പൊ ഇങ്ങനെ തന്നെ കൊടുത്തേക്ക്. ഓക്കെ, ഇത്രയും ചെയ്തിട്ട് ഒന്നും കൂടെ സേവ്, പിന്നെ ഇതും കൂടെ കമന്റ് ചെയ്തിട്ട് നമ്മൾ ആ റൈറ്റ് എക്സൽ ഫംഗ്ഷനെ വിളിക്കുന്നില്ലേ ഏറ്റവും എൻഡില്, അത് ആവശ്യമില്ല ഇപ്പോൾ ഏറ്റവും എൻഡില്. കാരണം നമ്മൾ ഇതിന് അപ്ലോഡ് ചെയ്താൽ മതി. നമുക്ക് ഇതിനെ അപ്ഡേറ്റ് ചെയ്യൊന്നും വേണ്ട. ഇങ്ങനെ ഒരു ഫയലുണ്ട്, അതിന് അപ്ഡേറ്റ് ചെയ്യണ്ട. നമ്മൾ അപ്ഡേഷനൊക്കെ കഴിഞ്ഞതല്ലേ. ഇനി ജസ്റ്റ് കാരണം ഇനിയും ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് എറർ വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഈ ഇതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തതാ. നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് മാത്രം കാണിക്കാം. പിന്നെ ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് സേവ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് റൺ ചെയ്ത്. അഷിജി, ആ കോഡിന്റെ ഏറ്റവും മുകളിലൊന്ന് കാണിക്കൂ. ശരിയാ, കോഡ് ഒന്ന് കാണിച്ചു. ഓക്കെ, ഈ ടെസ്റ്റ് അല്ലേ? അവിടെ അല്ല, ഇമ്പോർട്ട് ചെയ്തതൊന്ന് കാണിക്കൂ. ഓക്കെ, ഇതല്ലേ? ഓക്കെ, ലൈൻ ഉണ്ടായിരുന്നല്ലോ, കോൺസ്റ്റ് ടെസ്റ്റ് ഈസ് ഈക്വൽ ടു റിക്വയർ നോഡ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊന്നും ഇല്ലേ? എക്സൽ അത് എനിക്ക് എവിടുന്ന് കിട്ടിയോ? ശരി, ചിലപ്പോ ടെസ്റ്റ് ഇമ്പോർട്ട് ആക്കിയപ്പോ ഓട്ടോമാറ്റിക്കലി വന്നതായിരിക്കും. ശരി. ടെസ്റ്റ് അടിച്ചു കൊടുത്തപ്പോഴേ തനിയെ വന്നതായിരിക്കും. ഓക്കെ, മാറ്റിക്കോട്ടോ. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കണം. റൺ ചെയ്തോ? മറ്റേ സെലക്ട് ഇൻപുട്ട് ഫയലിലാണ് എറർ കാണിക്കുന്നത്. സെലക്ട് ഇൻപുട്ട് ഫയലിനകത്തോ? സെലക്ട് ഇൻപുട്ട് ഫയൽസ് ഫയൽസാ എസ് ഉണ്ട്. എസ് കൊടുത്തിട്ട് ഫയലിനായിരിക്കും. ഓക്കെ,
സെലക്ട് ഇൻപുട്ട് ഫയൽസ് എന്ന് കൊടുത്ത് നമ്മൾ ആ ഒരു പുതിയൊരു ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ, ടൈപ്പ് ഈക്വൽ ടു ഫയൽ ആകുന്ന ടൈമിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ അത് തന്നെ അത് കണ്ടോ അവിടെ ഒരു 3 ഡോട്ട് കാണുന്ന കണ്ടോ? സെലക്ട് ഇൻപുട്ട് ഫയൽ എവിടെ കൊടുത്തേ? 39ാമത്തെ ലൈനിൽ. അതിനകത്തൊരു എസും കൂടെ ഇട്ട് കൊടുക്കുക, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, അതൊന്ന് ബാക്ക് സ്പേസ് അടിച്ച് ആദ്യം തൊട്ട് അടിച്ച് അത് മൊത്തം ഒന്ന് കളഞ്ഞ് ഡോട്ടും കള. ഓക്കെ ഇത് ഇതിനകത്തുനിന്ന് സെറ്റ് ഇൻപുട്ട് ഫയലാണ് തോന്നുന്നു. ഓക്കെ, സെലക്ട് ഇൻപുട്ട് ഫയൽസ്, സെറ്റ് ഇൻപുട്ട് ഫയൽസ് കാണിക്കുന്നത്. സെറ്റ് ഇൻപുട്ട് ഫയലാ, സോറി സെറ്റ് ഇൻപുട്ട് ഫയൽസ്. ഓക്കെ, ഈ സെറ്റ് ഇൻപുട്ട് ഫയൽസിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താ ചെയ്യാ, എപ്പം ഏതിനകത്ത് മാത്രമേ വർക്ക് ആവുള്ളൂ ഇത്? ടൈപ്പ് ഈക്വൽ ടു ഫയൽ എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് നമ്മുടെ എലമെന്റിനകത്ത് ഉണ്ടോ നോക്കണം. HTML നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കില്ലേ, അപ്പൊ അങ്ങനെ അതിനകത്ത് മാത്രമേ നമുക്ക് ഈ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതാണെങ്കിൽ എന്തായാലും എന്തുണ്ടാവും? സെലക്ട് ഇൻപുട്ട് ഫയൽ എന്ന് പറഞ്ഞ സെറ്റ് ഇൻപുട്ട് ഫയൽസ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്തേ. ഇത്രയും ചെയ്തിട്ട് ഒന്നും കൂടെ റൺ ചെയ്യാം. റൺ ചെയ്യുന്നുണ്ടോടാ? റൺ ചെയ്യുന്നുണ്ടോ സിജിയ? സോറി, ഞാൻ ആനന്ദിന് കിട്ടിയോ? റണ്ണായ? അപ്ലോഡ് ആയി, അത് അപ്ലോഡിലായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ. അതുപോലത്തെ ഇത്രയുള്ളൂ ഈ ടെസ്റ്റിനകത്ത്, ഇത്ര തന്നെ ചെയ്യാനുള്ളൂ. ഫയൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെറ്റ് ഇൻപുട്ട് ഫയൽസ് എന്ന് പറഞ്ഞൊരു മെത്തേഡിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ ഇതിനകത്ത്. നമ്മൾ എക്സൽ ഫയൽ എഡിറ്റ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ പഠിച്ചു. ഇപ്പൊ അതിന് നമ്മൾ എന്തും കൂടെ പഠിച്ചു? അപ്ലോഡ് ചെയ്യാനും കൂടെ പഠിച്ചു. ഇനി നമുക്ക് സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ് ഒരുവിധമൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അത് സെപ്പറേറ്റ് ഒരു ടോപ്പിക് പോലെ എടുക്കാം, കാരണം എല്ലാം കൂടി ഇൻക്ലൂഡ് ആവുന്നുണ്ടോ നോക്കാം. ഇനി നിങ്ങൾക്ക് ഞാനൊരു വർക്ക് തരാം, കുറച്ച് പറഞ്ഞു തന്നതിന് ശേഷം നമ്മളിപ്പോൾ നമ്മളൊരു ഫയൽ ചെയ്തില്ലേ, ഒരു ഫുൾ പ്രൊജക്റ്റ്, അത് സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സും കൂടെ യൂസ് ചെയ്ത് നോക്കാൻ ട്രൈ ചെയ്യാം. അപ്പം ഞാൻ സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ് ഇപ്പോൾ പറഞ്ഞുതരാം. ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഒബ്സ്കെറയുടെ ഒരു സെലീനിയത്തിന്റെ സൈറ്റ് ഉണ്ടായിരുന്നല്ലോ നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ടിരുന്നത്, അതെടുത്തേ. എന്നിട്ട് അതിനകത്തേക്ക് കോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യാം, സ്പെക് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അത്രയും വരെ ചെയ്യാം. ഒരു മിനിറ്റ്, ഇതെല്ലാവർക്കും കിട്ടിയോ? ഒരു മിനിറ്റ്, നവമിക്ക് കിട്ടിയോ? ഞാൻ ചെയ്യുവാണേ. ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പറയണേ. അശ്വിനിക്കോ? ഇല്ല, ഞാൻ ഇത്ര എത്തിയില്ല, ഞാൻ ചെയ്തേക്കാം. വീഡിയോ ചെയ്യണേ. ഇതാണോ? ഇത് തന്നെ. ഇപ്പൊ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാ. ഇതുപോലെ എന്ത് ചെയ്യാ, നവമി അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. കംപ്ലീറ്റ് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ പറയണേ, നമുക്ക് നോക്കാം. എനിക്കത് കിട്ടിയില്ല, എന്തോ ഒരു എറർ ഉണ്ട്. അതൊന്ന് ഷെയർ ചെയ്തേ. ഇതിനകത്തേക്ക് ഒരു ടെസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം. നവമി ഒന്ന് ഷെയർ ചെയ്തേ. ഷെയർ ചെയ്യാം. നോക്കട്ടെ. കാണാമോ?
കാണാം. എന്താ എറർ കാണിക്കുന്നത്? എന്താണ് എറർ ഒന്ന് കാണിച്ചു തരും മുകളിൽ നിന്ന്? എറർ കാണിച്ചാൽ മതി. സോറി. എന്താ വന്നേക്കുന്നത്? നോ സച്ച് ഫയൽ ഡയറക്ടറി. ഫയലിന്റെ പാത്തിന്റെ എന്തോ ഇഷ്യൂ ആണല്ലോ. പാത്ത് കൊടുത്തേക്കുന്നത് എങ്ങനെയാ നോക്കട്ടെ. പാത്ത് കൊടുത്തേക്കുന്നത് ഞാൻ ഈ ഫോർവേഡ് / ഇട്ടിട്ടാണ്. അത് ഒരെണ്ണത്തിൽ ഡബിൾ സ്ലാഷ് ഇട്ട് കൊടുത്തേക്കുന്നുണ്ടോ? അല്ല, സോറി ഫോർവേഡ് സ്ലാഷ് ആണ്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഫോർവേഡ് സ്ലാഷ് മാറ്റിയിട്ട് 2 ഡബിൾ സ്ലാഷ് ഇട്ട് കൊടുക്കും. നോർമൽ സ്ലാഷ് ഇല്ലേ, അത് 2 വീതം ഇട്ട് കൊടുക്കും. നോർമൽ സ്ലാഷ് ഇങ്ങനെയോ? അങ്ങനെ തന്നെ. ഓക്കെ, ഇനി ഒന്ന് ജസ്റ്റ് മുകളിലേക്ക് ഇരുത്തണം. മുകളിലേക്ക് ഒന്നും കൂടെ കോഡ്. ഓക്കെ, സേവ് ചെയ്തിട്ട് റൺ ചെയ്താൽ. ഓക്കെ. പാത്ത് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. നോക്കട്ടെ. വീണ്ടും അല്ല, ഈ പാത്ത് നമുക്കിപ്പം നമ്മുടെ ഈ സിസ്റ്റത്തിൽ എവിടെങ്കിലും ആ ഫയൽ ഉണ്ടായിരിക്കണം എന്നല്ലേ ഉള്ളൂ. അതായത് ഈ പാത്തിനകത്ത് ഉണ്ടായിരിക്കണം എന്നുണ്ട്. ഞാൻ ഇങ്ങനെ തന്നെയാ കൊടുത്തേക്കുന്നത്. ഇവിടെയാ കിടക്കുന്ന സാധനം. സോറി, ഓക്കെ. സിയില് യൂസേഴ്സിൽ ലെനോവ ഡൗൺലോഡ്സിൽ കാർ ഡീറ്റെയിൽസ് .xlx ഇങ്ങനെ തന്നെ അല്ലടാ കൊടുത്തേക്കുന്ന കോഡ് എടുത്ത്. ഓക്കെ, സിയില് യൂസേഴ്സിൽ ലെനോവ കറക്റ്റ് ആണല്ലോ. അതിനകത്ത് വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അവിടെ വെയിറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമ്മൾ ആ ഫയലിനെ ഒരു കോപ്പി ഇവിടെയും കൂടെ ഈ ഫോൾഡറിനകത്തും കൂടെ ഇട്ട് നോക്കി. ഫയലിന്റെ ഒരു കോപ്പി ജസ്റ്റ് ഈ ഫോൾഡറിനകത്തും ഇട്ട് നോക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ടൊന്ന് കൊടുത്തു നോക്കിയ. പക്ഷെ ഈ സെയിം അല്ലടാ, മുകളിൽ നിന്ന് കോപ്പി ചെയ്തതല്ലേ അത്? അതോ പാത്തെടുത്ത് മുകളിൽ നമ്മൾ കൊടുത്തിട്ടില്ലേ പാത്ത്? മീൻസ് ഇത് അപ്ലോഡ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മള് അത് കളഞ്ഞായിരുന്നോ? ഓക്കെ, കുഴപ്പമില്ല. അതിനൊന്ന് ഇങ്ങോട്ട് എടുത്തിട്ടേടാ. മറ്റേ അതിനുള്ള ഫയൽ പാത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ഞാൻ കമന്റ് ചെയ്തിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റൈറ്റ് ടെക്സ്റ്റ്. അത് മുഴുവനായിട്ട് കളഞ്ഞോ? ഓക്കെ, കുഴപ്പമില്ലടാ. അത് കളയണ്ടായിരുന്നു, കാരണം നമുക്കത് മനസ്സിലാവണ്ടേ നമ്മൾ എന്താ ചെയ്തതെന്ന്. ഞാൻ ജസ്റ്റ് അത് ഇപ്പൊ ചെയ്യണ്ടെന്നുള്ള രീതിയിലാണ് കമന്റ് ചെയ്യിപ്പിക്കാൻ പറഞ്ഞത്. കുഴപ്പമില്ല, അത് ഞാൻ മറ്റൊന്ന് കോപ്പി ചെയ്തിട്ടോളാം. കമന്റ് ചെയ്തിട്ടാ മതി. എന്നാലേ ആ അല്ലെങ്കിൽ ഇപ്പൊ വെറുതെ ഒരു കോഡ് മാത്രല്ലേ നമുക്ക് വർക്കാവുള്ളൂ. കോഡ് ചെയ്തിട്ടേക്കുന്നു, അതിന് കോൾ ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യും, ഈ ഫയലിനെ ജസ്റ്റ് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് പേസ്റ്റ് ചെയ്തിട്ടാ മതി ഈ ഫോൾഡറിനകത്ത്. ശരി. ഈ ടെസ്റ്റിൽ ഇടണം എന്നുണ്ടോ? ഇല്ലടാ, അതിനകത്ത് എവിടെയെങ്കിലും ഇട്ട ഫോൾഡറിന് പുറത്തിട്ടാലും മതി. ലാസ്റ്റ് വന്ന് കിടക്കുന്നുണ്ടോ? എൻഡിൽ വന്ന് നോക്കി അതോ ഏതെങ്കിലും ഫോൾഡറിനകത്തേക്ക് കയറിയോ?
അതിനകത്തേക്ക് കയറില്ല. E20 എടുത്താടാ. അതിനകത്ത് ഏതാണ്? ഏതെങ്കിലും ഫോൾഡറിനകത്തേക്ക് കയറുക. ജസ്റ്റ് ഒന്ന് നോക്കി. യൂട്രസിലില്ല. ഇല്ല. ഡേറ്റ. ഒരു കാര്യം ചെയ്യുക, അതിനെ പുറത്തേക്ക് വന്നേണം. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുത്ത് ഡ്രാഗ് ചെയ്തിടണ്ട. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുക. ഇനിയാണ് നമ്മുടെ ഈ ഫയലില്ലേ, അതിനകത്ത് ഇവിടേക്കല്ല, ഇവിടേക്ക് വരണ്ട. നമ്മുടെ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന റൂട്ടില്ലേ നമ്മുടെ സിസ്റ്റത്തിനകത്ത്, ഫയൽസിൽ തന്നെ. ഓക്കെ, അവിടെ വന്നേ. അതിനകത്ത് ഏതായിരുന്നു? ഓക്കെ, അതിനകത്ത് പ്ലേ റൈറ്റ് എടുത്ത് ജസ്റ്റ് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇതൊന്ന് നോക്കിയാടാ, വന്നിട്ടുണ്ടോ നോക്കി. വന്നിട്ടില്ലേ? വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിന്റെ പേര് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുത്താൽ മതി. കാർ എക്സൽ, കാർ ഡീറ്റെയിൽ XLX അത് ഇവിടെ പറഞ്ഞു കൊടുത്താൽ മതി അല്ലേ? ഡയറക്റ്റ് ആയിട്ട് ഒന്ന് കോഡ്സിനകത്തിട്ട് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കി. ഓക്കെ, നേരത്തെ പാത്ത് കൊടുത്തതിന്റെ എന്തോ ഇഷ്യൂ. പാത്ത് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ഡബിൾ സ്ലാഷ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഫോർവേഡ് സ്ലാഷ് ഇട്ട് കൊടുക്കാം. ചില സമയത്ത് അങ്ങനെയാണ്, പാത്ത് നോട്ട് റെക്കഗ്നൈസ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അപ്പൊ ഇങ്ങനെ ഡബിൾ സ്ലാഷ് ഇട്ട് കൊടുത്താൽ വർക്ക് ആവും, അല്ലെങ്കിൽ ഫോർവേഡ് സ്ലാഷ് ആണെങ്കിൽ വർക്ക് ആവും. ഇത് രണ്ടും വർക്ക് ആയില്ലെങ്കിൽ ഇങ്ങനെയും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കേടാ. ഇനി ഇതേപോലെ സിജി ചെയ്ത പോലെ എന്ത് ചെയ്യാം, ഒരു എക്സൽ ഫയല് അല്ല, ഒരു ടെസ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാം സ്കെറയുടെ ആ ഒരു ഇതിനകത്തേക്ക് പോകാൻ വേണ്ടി. അത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് പറയണേ. എന്താണ് അതിന്റെ പേര് കൊടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടോ? സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെക് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകണം. അതോ അല്ല, URL നമ്മുടെ ഒബ്സ്ക്യൂറയുടെ നമ്മൾ ഈ ലാസ്റ്റ് ക്ലാസ് വരെ ചെയ്തുകൊണ്ടിരുന്നില്ലേ, സ്പെക് ഫയലൊക്കെ ക്രിയേറ്റ് ചെയ്തില്ലേ ഒബ്സ്ക്യൂറയുടെ ഒരു URL, അതിനകത്തേക്ക്. ഈ QA ബൈബിൾ എന്നുള്ളതാണോ? അതല്ല. അതെ, അത്രയൊന്ന് ചെയ്യാൻ ഒരു മിനിറ്റ്. ഓക്കെ, അതെങ്ങനെയാ ടെസ്റ്റ് എങ്ങനെ ക്ലോസ് ചെയ്യാൻ മറന്നുപോയോ? ടെസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് നമ്മുടെ സൈറ്റ് എടുത്ത് ഒരു സെക്കൻഡ്, ഞാനത് ആ URL ഒന്ന് കോപ്പി ചെയ്തിട്ടോട്ടെ. അല്ല, ചാറ്റിൽ ഇട്ടെന്നല്ലേ പറഞ്ഞതല്ലേ? അതല്ല, അത് ഞാൻ ഇട്ടതല്ലേ. സോറി, ഞാനിതാ ഇടുന്നേ. ഒറ്റ മിനിറ്റ്, ഞാൻ കോപ്പി ചെയ്യാം. ഓക്കെ, കിട്ടിയോ? ഓക്കെ,
ഓക്കെ, ഇനി ഇതിപ്പോ ഫോമിനകത്തേക്കാണ്. ഓക്കെ, എന്നാ ഈ പേജ് ഒന്ന് എടുത്ത് എവിടേക്കാ പോണേന്ന് ഡയറക്റ്റ് ആയിട്ട് ആ സിമ്പിൾ ഫോം ഡെമോയിലേക്കാ പോകുന്നത്. ഓക്കെ, എനിക്ക് ഇതിനകത്തുനിന്ന് ഓക്കെ സിമ്പിൾ ഫോം ഡെമോയിലേക്കാണ് വന്നേക്കുന്നത്. ഇനി ഇതിനകത്തുനിന്ന് എനിക്ക് എന്ത് വേണം? ഈ ചെക്ക് ബോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വേണം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ എങ്ങനെയാ ചെക്ക് ബോക്സ് എടുത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ട് ക്ലാസ് ID അങ്ങനെയൊക്കെ ഉള്ളത് എടുത്ത് താഴെ സിമ്പിൾ ഫോം ഡെമോയുടെ തൊട്ട് താഴെ ഉള്ളതാണ് ചെക്ക് ബോക്സ്. അപ്പോൾ നമുക്ക് ഇതിന് എന്ത് ചെയ്യാം? ഗെറ്റ് ബൈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? പേജ് ഡോട്ട് ലൊക്കേറ്ററിന് പകരം ഗെറ്റ് ബൈ ടെക്സ്റ്റ് കൊടുത്തിട്ട് എന്ത് ടെക്സ്റ്റ് ആണോ നമുക്ക് കാണുന്നത് ഇതിനെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ ഇതിനകത്തൊരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ഇവിടെ നമുക്ക് വിസിബിൾ ആവാൻ ഡിസ്പ്ലേ ആവാൻ വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റ് ഇൻസ്പെക്ട് ചെയ്തേ. ചെക്ക് ബോക്സ് ഡെമോനെ ചെക്ക് ബോക്സ് ഡെമോനെ ഇൻസ്പെക്ട് ചെയ്യാം. കണ്ടോ അവിടെ ഒരു ടാഗിനകത്ത് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തേ. ഓക്കെ, കോപ്പി ചെയ്യാം. ഇനി നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാ ലൊക്കേറ്റ് ചെയ്യാന്നാ നോക്കുന്നത്. നമ്മൾ ഇത്ര നേരം ലൊക്കേറ്റേഴ്സ് ആണ് നോക്കിയത്, പേജ് ഡോട്ട് ലൊക്കേറ്റേഴ്സ്. ഇനി ഞാൻ സ്പെഷ്യൽ ലൊക്കേറ്റേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? പേജ് ഡോട്ട് ലൊക്കേറ്റേഴ്സിന് പകരം പേജ് ഡോട്ട് നെക്സ്റ്റ് പേജിനകത്ത് ഇതിനെ കൊടുത്തേ. അവൈറ്റ് കൊടുക്കണേ എന്തായാലും. അവൈറ്റ് പേജ് ഡോട്ട് എന്താ കൊടുക്കാൻ പോകുന്നത്? ഗെറ്റ് ബൈ ലൊക്കേറ്റേഴ്സ് അല്ല, ഗെറ്റ് ബൈ ടെക്സ്റ്റ്. നമ്മൾ ആ ടെക്സ്റ്റ് ആ കോപ്പി ചെയ്തേക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാ? ടെക്സ്റ്റ് അതിനകത്ത് പറഞ്ഞു കൊടുക്കുക കോഡ്സിനകത്ത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം? നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാം. എന്നിട്ടൊന്ന് റൺ ചെയ്യുക. ഇതുവരെ എത്തിയോ? ഗെറ്റ് ബൈ ടെക്സ്റ്റ് മനസ്സിലായോ? അതിനകത്തുള്ള ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ലൊക്കേറ്റ് ചെയ്യാം. ഓക്കെ, റൺ ചെയ്തേ. ചെക്ക് ബോക്സിനെ ക്ലിക്ക് ചെയ്ത പോലെ വന്നു. ഇനി ആ ചെക്ക് ബോക്സ് അതിന്റെ അടുത്ത് നമ്മുടെ സൈറ്റ് എടുത്ത് ചെക്ക് ബോക്സ് എടുത്തതിനകത്തുനിന്ന് ചെക്ക് ബോക്സിനെ ക്ലിക്ക് ചെയ്ത് ഓക്കെ. ഇനി നമുക്ക് ഇതിനെ ആ ഒരു ചെക്ക് ബോക്സിനെ ക്ലിക്ക് ചെയ്യണം. മീൻസ് എന്താ? ക്ലിക്ക് ഓൺ ദിസ് പറഞ്ഞത്. കഴിഞ്ഞാൽ എന്താ? അതൊരു ചെക്ക് ബോക്സ് ആണ്. അതിന്റെ അപ്പുറത്തുള്ളത് എന്താണ്? ഒരു ലേബലാണ്. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ? റണ്ണായോ? പറയട്ടെ. ഓക്കെ, അപ്പൊ ഈ ക്ലിക്ക് ഇതിനൊന്ന് റൈറ്റ് ക്ലിക്ക് ഇൻസ്പെക്ട് ചെയ്തേ. ഫസ്റ്റ് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഓക്കെ. ഇതെന്ന് പറയുന്നത് കണ്ടോ ലേബലാണ്. ആ ലേബലിനെ ഒന്ന് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കണ്ടോ ക്ലിക്ക് ഓൺ ദിസ് ചെക്ക് ഡെമോ എന്ന് പറഞ്ഞാൽ കാണുന്നത്. പക്ഷെ നമ്മൾ ഈ ലേബൽ യൂസ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഗെറ്റ് ബൈ ലേബൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, സ്പെഷ്യൽ ലൊക്കേറ്റർ ആണ്. ഈ ലേബല് എന്ത് ചെയ്യണം? എന്തെങ്കിലും ആയിട്ട് കണക്ട് ആയിരിക്കണം. ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ലേബലിന് ക്ലിക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് കണ്ടോ ലേബലിന്റെ തൊട്ട് മുന്നിൽ എന്തുണ്ട്? ഇൻപുട്ട് ഉണ്ട്. ആ ഇൻപുട്ട് ആണ് എന്താ നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് ആ ലേബലിനകത്ത് കണ്ടോ ID ഈക്വൽ ടു ഗ്രിഡ് ചെക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് തൊട്ട് താഴെ ഇതിനകത്ത് ഇതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തേക്കാണ് 4 ഈക്വൽ ടു ഗ്രിഡ് ചെക്ക്. അതിന്റെ ഐഡിയും ഇതിന്റെ 4ഉം ഈക്വൽ ആണ്, സെയിം ആണ്. കണ്ടോ? ദാറ്റ്സ് മീൻ അത് രണ്ടിനെയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ലേബൽ യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താവും? അത് എന്തിനകത്ത് ക്ലിക്ക് ആവും? ആ ഇൻപുട്ട് ബോക്സിനകത്ത് ചെക്ക് വരും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ
ക്ലിക്ക് ഓൺ ദിസ് ചെക്ക് ബോക്സ് എന്ന് പറയുന്നതിനെ കോപ്പി ചെയ്യുക. ഇതാണ് നമ്മുടെ ലേബിള്. ഈ ലേബിൾ യൂസ് നമ്മൾ നേരത്തെ ടെക്സ്റ്റ് യൂസ് ചെയ്ത പോലെ ഈ ലേബിൾ യൂസ് ചെയ്തിട്ടാണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ഗെറ്റ് ബൈ ലേബിൾ യൂസ് ചെയ്യുക. ഓക്കെ, ഗെറ്റ് ബൈ ലേബിൾ. ഓക്കെ, അത് കോഴ്സിനകത്ത് കൊടുത്താൽ ഇനി എന്ത് ചെയ്യണം, അതിന് ഒന്ന് ചെക്ക് ഡോട്ട് ചെക്ക് കൊടുക്കുക. അങ്ങനെ ക്ലിക്ക് ചെയ്യണ്ടേ, ചെക്ക് ചെയ്യണ്ട, ഡോട്ട് ചെക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ അതെന്താവും, അതിന് ചെക്ക് ആവും. ഓക്കെ, ഇനി ഇത് റൺ ചെയ്ത് നോക്കി ചെക്ക് ആയോ ഇല്ലെന്ന് നോക്കിയേ. ഓക്കെ. ചെക്കായി. ഇനി എനിക്ക് അതിനകത്തുള്ള തൊട്ട് താഴെയുള്ള റേഡിയോ ബട്ടനെ ക്ലിക്ക് ചെയ്യണം. നമ്മൾ ഇത് ലേബൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ലിങ്ക് അല്ലേ, ചെക്ക് ബോക്സ് ലിങ്ക് തന്നെ ആയിരുന്നു, പക്ഷെ നമ്മളത് ടെക്സ്റ്റ് യൂസ് ചെയ്ത് ഇതാക്കിയെന്ന് മാത്രം. അപ്പൊ ഇനി വേറൊരു പുതിയൊരു ലൊക്കേറ്റർ പറയുകയാണ്. നമുക്ക് ഈ ലിങ്കിന്, ബട്ടൺസിന്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഗെറ്റ് ബൈ റോൾ എന്ന് പറഞ്ഞൊരു ഒരു ലൊക്കേറ്റർ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് ലൊക്കേറ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ എന്താ ഉള്ളത്, ഗെറ്റ് ബൈ റോൾ റേഡിയോ ബട്ടൺ ഡെമോ, അതിനെ ജസ്റ്റ് എന്ത് ചെയ്യാം, കോപ്പി ചെയ്ത് വെച്ചേക്ക്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന് ഗെറ്റ് ബൈ റോള്, ഇതിന്റെ റോൾ അനുസരിച്ച്, റോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിങ്ക് ആവാം, ബട്ടൺ ആവാം, അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് ലിങ്ക് ആണ്. അപ്പൊ ഈ ഇതിന്റെ റോൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുകയാണ്, ഇതിന് സെലക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മുടെ കോഡ് എടുത്ത് കോഡിനകത്ത് ജസ്റ്റ് അവൈറ്റ് പേജ് ഡോട്ട് ഗെറ്റ് ബൈ റൂൾ കൊടുക്കുക. ഗെറ്റ് ബൈ റോൾ കൊടുത്തതിന് ശേഷം ബ്രേസസ്, അതിനകത്ത് നമ്മൾ എന്താണ് ഇതിന്റെ റോൾ എന്നുള്ളത് കോഡ്സിനകത്ത് പറഞ്ഞു കൊടുക്കണം. കണ്ടോ, അലേർട്ട്, ബാനർ, ബട്ടൺ, ക്യാപ്ഷൻ, ഇതിപ്പോ എന്താണ്, നമ്മുടെ എന്താണ്, നമ്മൾ ലിങ്ക് ആണ്. അപ്പൊ ജസ്റ്റ് ലിങ്ക് എന്ന് അടിച്ചു കൊടുത്താൽ വരും, അതിനകത്ത് വരും, കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, എനിക്ക് ഗെറ്റ് ബൈ ലേബിളിനകത്ത് എന്തോ ഒരു എറർ വരുന്നുണ്ടല്ലോ. എന്താണ് ഗെറ്റ് ബൈ ലേബിൾ ഈസ് നോട്ട് ഡിഫൈൻഡ്, അങ്ങനെ കറക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ജി സ്മോൾ ലെറ്ററില്, ബി ക്യാപിറ്റലില്, എൽ സ്മോൾ ക്യാപിറ്റലില്, ജി സ്മോൾ ലെറ്റർ, ബി ക്യാപിറ്റൽ, എൽ ക്യാപിറ്റൽ, അതല്ലോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആ ലേബലിനകത്ത് കൊടുത്തേക്കുന്ന ടെക്സ്റ്റ് കറക്റ്റ് അല്ലേ, കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തതല്ലേ. അതെ, ക്ലിക്ക് ഓൺ ദിസ് ഡോട്ട് ചെക്ക്. ഒന്ന് കാണിച്ച് നോക്കട്ടെ. പേജ് കൊടുത്തിട്ടില്ലല്ലോ, പേജ് ഡോട്ട് ഗെറ്റ് ബൈലോ കൊടുക്കണ്ട. ഓക്കെ, ഇനി ഇതേപോലെ റേഡിയോ ബട്ടണിനെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. റേഡിയോ ബട്ടണിനെ നമ്മൾ എന്ത് ചെയ്യുന്ന, റോള് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ജസ്റ്റ് ഗെറ്റ് വെയിറ്റ് പേജ് ഡോട്ട് ഗെറ്റ് ബൈ റോൾ എന്ന് കൊടുക്കാം. ഗെറ്റ് ബൈ റോൾ. ഓക്കെ, ഇനി അതിനകത്ത് നമ്മൾ എന്താണ് ആദ്യം അതിന്റെ റോള് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ കോഡ്സിനകത്ത് എന്ത് കൊടുക്കാം, അതൊരു ലിങ്ക് ആണെന്ന് പറഞ്ഞു കൊടുക്കാം. ജസ്റ്റ് എല്ലെന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരും, എല്ലായി കോഡ്സ് ആദ്യം തൊട്ട് കൊടുത്തണം. കോഡ്സ് ഇപ്പൊ കോഡ്സിന്ന് ആദ്യം തൊട്ട് കൊടുത്തേ. ഓക്കെ, കോഡ്സ് ഇട്ടേ, LI. ഓക്കെ, അതൊന്ന് സെലക്ട് ചെയ്തേ, ഫസ്റ്റത്തെ ലിങ്ക്. ഇനി നമ്മൾ ആദ്യം അതിന് എന്ത് പറഞ്ഞു കൊടുക്കണം, ഇതിന്റെ ടൈപ്പ് എന്താന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി അടുത്തത് ഒരു കോമയിട്ടെ പുറത്ത്, ലിങ്കിന്റെ പുറത്തൊരു കോമയിട്ടെ.
ഓക്കെ, ഇനി ഇതിന്റെ നെയിം പറഞ്ഞു കൊടുക്കണം. നെയിം എന്ന് വെച്ചാൽ നമ്മൾ കോപ്പി ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, എന്താണ് റേഡിയോ ബട്ടൺ ഡെമോ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഇൻസ്പെക്ട് ചെയ്തിട്ട് റേഡിയോ ബട്ടൺ ഡെമോ. അതെ തന്നെ, ആ റേഡിയോ ബട്ടൺ ഇൻസ്പെക്ട് ചെയ്ത് ശരിയാ, ഈ റേഡിയോ ബട്ടൺ അല്ലേ? അത് ചെക്ക് ബോക്സ് അല്ലേ? റേഡിയോ ബട്ടൺ ഏതാ? റേഡിയോ ബട്ടൺ ഡെമോ. നമ്മൾ ഏതിനാ ചെക്ക് ബോക്സിന്റെ താഴെയുള്ള റേഡിയോ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. ചെക്ക് ബോക്സിന്റെ താഴെ ഇവിടെ ചെക്ക് ബോക്സ് ഡെമോ, റേഡിയോ ബട്ടൺ ഡെമോ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, അതിന് ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ കണ്ടോ, അതിനൊന്ന് ഇൻസ്പെക്ട് ചെയ്ത് ഓക്കെ, അതിനകത്തുനിന്ന് ആ റേഡിയോ ബട്ടൺ ഡെമോ എന്നുള്ളത് ഒന്ന് കോപ്പി ചെയ്യാം. അതാണ് നമ്മുടെ എന്ത് നെയിം എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട് ആയിട്ട് കൊടുക്കുക. അപ്പൊ എന്താ കേളി ബ്രേസസിനകത്ത് കൊടുത്തേ നെയിം, അതിനകത്ത് ഒരു കേളി ബ്രേസസ് കൊടുത്തേ. ഓക്കെ, എന്നിട്ട് നെയിം ഈക്വൽസ് അല്ല, എന്തായിരുന്നു നെയിം സെലക്ട് ചെയ്ത് ഫുൾ കോളനകത്ത് നമ്മളിപ്പോൾ ചെയ്ത സാധനം എന്ത് ചെയ്യുക, സിംഗിൾ കോഡ്സിനകത്ത് കൊടുത്തേക്ക്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇനി ഒന്ന് റൺ ചെയ്തേ. റൺ ചെയ്തോ? ഓക്കെ, അതിനകത്തേക്ക് എത്തി. ഇനി എനിക്ക് അതിനകത്തുനിന്ന് ഫസ്റ്റത്തെ ആ മെയിൽ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കണ്ടില്ലേ, റേഡിയോ ബട്ടണിൽ എത്തുമ്പോൾ മെയില് ഫീമെയിൽ ഉണ്ട്. എനിക്ക് മെയിലിനെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഒന്നില്ലെങ്കിൽ ഗെറ്റ് ബൈ റോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗെറ്റ് ബൈ ലേബൽ യൂസ് ചെയ്യാം. രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ. എനിക്കിപ്പോ മെയിലിനെ ക്ലിക്ക് ചെയ്യണം. ലേബൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ലേബൽ യൂസ് ചെയ്യുമ്പോൾ രണ്ടിനും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ലേബൽ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഉണ്ടോ ID കൊടുത്തിട്ടുണ്ട്, ഇവിടെ 4 കൊടുത്തിട്ടുണ്ട്, ഇൻലൈൻ റേഡിയോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ലേബൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിനകത്തും റേഡിയോ ബട്ടണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റോൾ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു റോൾ യൂസ് ചെയ്താൽ മതി എന്നാ. ലേബൽ ഇത്തിരി കൂടെ സിമ്പിൾ ആയി പോയില്ലേ, റോൾ ഒരു പ്രാവശ്യം കൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഗെറ്റ് ബൈ റോൾ യൂസ് ചെയ്തിട്ട് എനിക്ക് മെയിലിനെ കണക്ട് ചെയ്യണം, മെയിലിനെ ടിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യാം, അവൈറ്റ് പേജ് ഡോട്ട് ഗെറ്റ് ബൈ റോൾ എന്ന് കൊടുക്കാം. എന്നിട്ട് റോളായിട്ട് നമ്മൾ നേരത്തെ ലിങ്ക് കൊടുത്തേച്ചാൽ ഇവിടെ എന്ത് ചെയ്ത് കൊടുക്കാം, റേഡിയോ എന്ന് കൊടുക്കാം. എന്താണോ നമ്മൾ എന്തിനാണോ ക്ലിക്ക് ചെയ്യുന്നത്, ഓക്കെ, റേഡിയോ എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നെയിം കൊടുക്കാം. നെയിമിനകത്ത് എന്താണോ നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത് അത് നമുക്ക് എന്തിനാ ക്ലിക്ക് ചെയ്യേണ്ടത്, നെയിം മെയിൽ ആണെങ്കിൽ മെയിൽ എന്ന് കൊടുക്കുക, ഫീമെയിലിനെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത് വെച്ചാൽ ഫീമെയിൽ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഓക്കെ, ഇനി ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഓക്കെ, ചെക്ക് കൊടുത്തേക്ക്, അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ മെയില് ഫീമെയിൽ എന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് എക്സാക്ട് ഈ മെയില്, അതായത് ഫീമെയിലിലും മെയിലുണ്ട്, മെയിലിലും മെയിലുണ്ട്. അപ്പൊ എനിക്ക് എക്സാക്ട് ഈ മെയിൽ എന്ന് പറയുന്നതിനെ മാത്രം ക്ലിക്ക് ചെയ്താൽ മതിയെങ്കിൽ നമുക്ക് എക്സാക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. എന്താന്ന് വെച്ചാൽ മെയിൽ കഴിഞ്ഞിട്ട് ഒരു കോമയിട്ട്, മെയിൽ കഴിഞ്ഞതിന് ശേഷം ഒരു കോമയിട്ട്, എന്നിട്ട് ആദ്യം ഇത് റൺ ചെയ്ത് നോക്കി ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം. വർക്ക് ആയാലും ഇല്ലെങ്കിലും നമുക്കിത് ഈ ഒരു ഓപ്ഷനും കൂടി ട്രൈ ചെയ്ത് നോക്കാം. മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലിക്ക് ആവും. അതിനകത്ത് എന്ത് ഇഷ്യൂ ഉണ്ട്, എന്തായിരുന്നു ഇഷ്യൂ നോക്കട്ടെ. ഓക്കെ, അതിനകത്ത് ഒരുപാട് കാരണം മെയില് ഫീമെയിൽ അതിനകത്ത് ഒരുപാട് വാല്യൂസ് വരുന്നുണ്ടെന്ന്, മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് 4 എണ്ണം വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്ത് വേണം, എക്സാക്ട് എന്ത് വേണം, മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വേണം. അപ്പൊ അവിടെ ആ മെയിൽ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, കോമ ഇട്ട് കൊടുത്തേ.
കോമ എക്സാക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എക്സാക്ട്. ഓക്കെ, അത് ട്രൂ ആക്കിയിടുക. ഓക്കെ, ഫുൾ കോളത്തിനകത്ത് ട്രൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. ഫുൾ കോളൻ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കുക. അവിടെ തന്നെ ഫുൾ കോൾ എക്സാക്ട് കഴിഞ്ഞിട്ട് ഒരു ഫുൾ കോളൻ ഇട്ടിട്ട് അതിന്റെ വാല്യൂ ട്രൂ ആക്കി കൊടുക്കുക. ട്രൂ, നോർമലായിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് 4 എണ്ണത്തിന് കണ്ടെന്നല്ലേ പറഞ്ഞത്, സ്ട്രിക്ട് മോഡ് വയലേഷൻ. അപ്പൊ അതിനകത്ത് നമുക്ക് ഏതാ വേണ്ടത്? ഫസ്റ്റത്തെ ആണ് വേണ്ടത്. അത് ഡോട്ട് ക്ലിക്കിന് മുന്നേ ഒരു ഫസ്റ്റ് കൂടെ കൊടുത്തേക്ക്. ഡോട്ട് ക്ലിക്കിന് മുന്നേ ഡോട്ട് ഫസ്റ്റ്. ഓക്കെ, വർക്കായോ? പാസ്സായോ? പാസ്സായി. ഓക്കെ ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഗെറ്റ് ബൈ ടെസ്റ്റ്, ഗെറ്റ് ബൈ റോള്, ഗെറ്റ് ബൈ ലേബല്. ഓക്കെ, ഇനി നമ്മൾ ഗെറ്റ് ബൈ പ്ലേസ് ഹോൾഡർ കൂടി ഉണ്ട്. നമ്മൾ ചെയ്തതാന്ന് തോന്നുന്നു. പ്ലേസ് ഹോൾഡർ നമ്മൾ ചെയ്തതാ. അത് നിങ്ങൾക്ക് ഞാൻ വർക്കായിട്ട് തരാം. നമ്മുടെ ഈ ഡെമോ സൈറ്റ് എടുത്തേ. അതിനകത്തൊരു ഫോം ഉണ്ട്, പ്ലേസ് ഹോൾഡർ ഉള്ളൊരു ഫോം. എവിടെയായിരുന്നു അത്? സിമ്പിൾ ഫോം ആണോ? ഫോം സബ്മിറ്റ് എടുത്തേ. ഫോം സബ്മിറ്റ്, സെലക്ട് ഇൻപുട്ടിന്റെ താഴെ. ഓക്കെ, ഈ ഒരു ഫോം സെലക്ട് പ്ലേസ് ഹോൾഡർ, ഗെറ്റ് പ്ലേസ് ഹോൾഡർ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് നാളേക്ക്. ഇതിനകത്ത് ഇപ്പോൾ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചു. ഈ മൊത്തത്തിൽ എന്ത് ചെയ്യാം? നാളേക്ക് സ്പെഷ്യൽ ലൊക്കേറ്റർ വെച്ചിട്ടൊന്ന് ലൊക്കേറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ജസ്റ്റ് ഒരു അസൈൻമെന്റ് പോലെ ചെയ്തിട്ട് വരാം. ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ, ശരി, ബൈ. നാളെ കാണാം. ഓക്കെ.